നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 96ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് DC ബുക്സ് എന്ന അന്താരാഷ്ട്ര പ്രസിദ്ധീകരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച പത്മഭൂഷൺ ശ്രീ DC കിഴക്കേമുറിയെക്കുറിച്ചിട്ടാണ്. പുസ്തക പ്രസാധന ലോകത്ത് ഒരു അദ്വിതീയ സ്ഥാനം വഹിച്ച ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഒരു കുറിപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. 1914 ജനുവരി 12 കോട്ടയം കാഞ്ഞിരപ്പള്ളി പാറത്തോട് ഗ്രാമത്തിലാണ് ജനനം. ലോകത്താദ്യമായി എഴുത്തുകാരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സാഹിത്യ പ്രവർത്തക സംഘത്തിന് രൂപം നൽകി. 1946 നവംബർ 14 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചു. 1974 ആഗസ്റ്റ് 29 DC ബുക്സ് തുടങ്ങിയത്. 10,000-കണക്കിന് പുസ്തകങ്ങൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1999 ജനുവരി 26 രാഷ്ട്രം പത്മഭൂഷൺ ബഹുമതി നൽകി. മണിക്കൂറുകൾക്ക് ശേഷം 85 വർഷത്തെ കർമ്മജീവിതം പൂർത്തിയാക്കി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. DC ബുക്സിലൂടെ എൻ്റെ ചില നോവലുകളും കവിതാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് പലകുറി ഞാൻ അദ്ദേഹത്തിന് കത്തിട്ടിട്ടും കത്തിന് മറുപടിയൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ കോട്ടയത്ത് പോയി അദ്ദേഹത്തെ വളരെ കഠിന പ്രയത്നം ചെയ്ത് പലരെയും കണ്ട് സംസാരിച്ച് അദ്ദേഹമായി ഒന്ന് നേരിൽ കാണാനും സംസാരിക്കാനും ഒരിക്കൽ മാത്രം ഇടയുണ്ടായി. അങ്ങനെ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ, എൻ്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു അശാന്ത പരിശ്രമം നടന്നില്ല. അതിൽ വിഷമവുമില്ല. പക്ഷേ മൾബറി ബുക്സ് 1997 എൻ്റെ പ്രസിദ്ധീകരിച്ച 48 ഉദ്യോഗം 47 അസ്തമയം എന്ന നോവലും റഷ്യയിലെ മഞ്ഞുതുള്ളികൾ എന്ന യാത്രാവിവരണവും കടപ്പാട് എന്ന കവിതാ സമാഹാരവും 3 പുസ്തകവും DC ബുക്സിൻ്റെ സ്റ്റാളുകളിൽ നിരന്നു. മൾബറി പ്രസിദ്ധീകരണവും DC ബുക്സും തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ 3 കൃതികൾ DCയുടെ വിവിധ സ്റ്റാളുകളിൽ കാണാൻ കഴിഞ്ഞത്. പലരും അവിടെ നിന്നാണ് ആ പുസ്തകങ്ങൾ വാങ്ങിയതും. അതിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. പക്ഷേ നേരിൽ കണ്ട് സംസാരിച്ചു എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം എൻ്റെ സൃഷ്ടി പ്രസിദ്ധീകരിക്കാൻ താല്പര്യം കാണിച്ചില്ല. പക്ഷെ അതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. മറിച്ച് അദ്ദേഹത്തോട് ബഹുമാനം കൂടുകയാണ് ഉണ്ടായത്. കാരണം ഞാൻ അത്രമാത്രം വളർന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. എനിക്കും അങ്ങനെ തന്നെ. കാരണം വളർച്ചയുടെ പടവുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എഴുതിയ സൃഷ്ടികൾ, നമ്മൾ എഴുതിയത് മറ്റുള്ളവർ പ്രസിദ്ധീകരിക്കണം എന്ന നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. പല വഴികളിലൂടെ പല പ്രസിദ്ധീകരണശാലകളുടെ മേധാവികളെ കണ്ടും ചർച്ച ചെയ്തും ചിന്തിച്ചുമൊക്കെയാണ് ഒരു സൃഷ്ടി വെളിച്ചം കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എൻ്റെ മനസ്സിന് കൂടുതൽ ധൈര്യം നൽകുകയും
കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം. അദ്ദേഹം എനിക്കെഴുതിയ ഒരേ ഒരു കത്തിൽ, ഞാൻ ഒരുപാട് കത്തുകൾ അയച്ചിട്ടും മറുപടി കാണാതെ വീണ്ടും എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അലിഞ്ഞിരിക്കണം. അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. ആ കത്തിവിടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 17/4 1988 ഈ കത്ത്. DC കിഴക്കേമുറി, DC ബുക്സ്. കത്ത് കിട്ടിയിട്ട് കുറേ ദിവസങ്ങളായി. ജോലി തിരക്ക് കൊണ്ട് മറുപടിക്ക് താമസിച്ചു. കവിത വായിക്കാൻ നേരം കിട്ടിയില്ല. ബ്രാക്കറ്റിൽ എൻ്റെ അഭിപ്രായത്തിന് അത്ര വിലയില്ലെന്നു കൂടി ഓർമ്മിക്കുമല്ലോ, ബ്രാക്കറ്റ് ക്ലോസ്. പുതിയ പുസ്തകത്തിൻ്റെ കാര്യം DC ബുക്സ് വിതരണം കൊടുക്കുന്നില്ല. അഭിപ്രായങ്ങൾ മറ്റേ കവറിൽ തിരിച്ചയച്ചിട്ടുണ്ട്. സസ്നേഹം, DC. ഇത്രയാണ് അദ്ദേഹം എനിക്ക് എഴുതിയത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വരി എന്നത് എൻ്റെ അഭിപ്രായത്തിന് അത്ര വിലയില്ലെന്നുകൂടി ഓർമ്മിക്കുമല്ലോ എന്നതാണ്. അത് അടിവരയിടേണ്ട ഒരു വരിയാണെന്നാണ് എനിക്ക് തോന്നിയത്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നതിലാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലത്തിലൂടെ പോയപ്പോൾ ജയിൽവാസം അനുഭവിച്ചല്ലോ. അത് ഓരോ ഭാരതീയനും വേണ്ടിയിട്ടാണല്ലോ. അതാണ് അദ്ദേഹത്തോട് കൂടുതൽ ബഹുമാനം തോന്നാൻ എനിക്കുണ്ടായ ചെയ്ത വികാരം. പിന്നെ നമ്മൾ ഒരാൾക്ക് കത്തുകൾ അയക്കുമ്പോൾ എല്ലാ കത്തുകൾക്കും മറുപടി അയക്കണമെന്ന് നിർബന്ധം പിടിക്കാനാവില്ല. നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. അങ്ങനെ കുറേയധികം കത്തുകൾ എഴുതിയ ശേഷമാണ് അദ്ദേഹം ഒരു കാർഡിലാണ് ഈ വരികൾ കുറിച്ച് അയച്ചു തന്നത്. ഒരു പബ്ലിഷർ നമ്മുടെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു പബ്ലിഷറെ സമീപിക്കും. അങ്ങനെ പലരെയും കണ്ടുമുട്ടുമ്പോഴാണ് ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പരിഗണിക്കപ്പെടുക. എഴുത്തുകാരൻ എന്നൊക്കെയുള്ള മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും പോരാ, നീണ്ട തപസ്യ തന്നെ വേണം. അത് ഓരോ എഴുത്തുകാരനും, എഴുതി തുടങ്ങുന്നവർക്കും എഴുതിയവർക്കും പ്രസിദ്ധീകരിച്ചവർക്കും ഒക്കെ അറിയാം അതിൻ്റെ പിന്നാമ്പുറ കാര്യങ്ങൾ. എല്ലാവർക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ചിന്തകൾ, നമ്മുടെ എഴുത്തുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്ന് ശാഠ്യം പിടിക്കാനും കഴിയില്ല. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ആയിരക്കണക്കിന് പേർ ഇവിടെ കഥയും കവിതയും നോവലും ഒക്കെ എഴുതുന്നുണ്ട്, നിങ്ങളും എഴുതുന്നു. സമൂഹത്തിന് അതിൽ നിന്നും വല്ല ലാഭേച്ഛയുണ്ടോ? അല്ലെങ്കിൽ സമൂഹത്തിന് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ഒരു എഴുത്തുകാരൻ ജനിക്കുക എന്നത് 1-2 ദിവസമോ 1-2 മാസങ്ങളോ കൊണ്ടല്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് അറിവ് നേടി ഭാഷയെയും ഭാഷയുടെ ഉൽപ്പത്തിയെയും ഭാഷ എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി സ്വന്തം മനസ്സിൽ രൂപപ്പെടുന്ന കഥകളും കവിതകളും നോവലുകളും ലേഖനങ്ങളും എല്ലാം തന്നെ അതിന് ഓരോ ചട്ടക്കൂടുണ്ടല്ലോ സാർ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകൾ എത്രയോ വർഷങ്ങളെടുത്ത് എഴുതിയ നോവലുകളാണിവ. ഇതൊരു കച്ചവട മാർഗമോ അല്ല ജീവിത മാർഗമോ ആയിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഭാവിയിൽ ആരെങ്കിലും
ഈ പുസ്തകം ഒന്ന് മറിച്ചു നോക്കിയാൽ അത് നമുക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം കസേരയിലോട്ട് മലർന്ന് കിടന്ന് കണ്ണു അടച്ച് 1 മിനിറ്റ് ഒന്നും മിണ്ടിയതേയില്ല. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ ചിന്തകളെല്ലാം കൊള്ളാം. ഞാൻ എഴുത്തിൽ വലിയ അഗ്രഗണ്യനൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനൊരു ഇത് എഴുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ ചിന്ത അങ്ങനെയാണ്. പക്ഷേ അങ്ങയുടെ DC ബുക്സ് എന്നുള്ള പ്രസ്ഥാനം ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് പ്രസിദ്ധപ്പെടുത്തിയത്. അതിൽ എൻ്റെ ഒരു സൃഷ്ടിയെങ്കിലും ഒന്ന് പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ കണ്ണിൽ തിരികെ കണ്ണാടി ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് ചിരിച്ചിട്ട്, ആദ്യം ഒരു ചായ കുടിക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ബെല്ലടിച്ച് ഒരാളിനെ വരുത്തി ചായ കൊണ്ടുവന്നു, കുടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വരികയാണല്ലേ? ഞാൻ പറഞ്ഞു, അതെ സർ. എന്തായാലും ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. നിരന്തരം കത്തുകൾ ഇങ്ങനെ അയക്കുമ്പോൾ മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നാറില്ലേ? ഞാനതിന് പറഞ്ഞ മറുപടി ഇതാണ്. കോവളത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ കടലും കരയും കുറേ തെങ്ങും തോപ്പുകളും ഒക്കെ നമുക്ക് കാണാം. തെങ്ങുകൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന അവിടെ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ വലിയ വലിയ തിരമാലകൾ കരയിലേക്ക് ഒന്ന് അടിച്ച് ഉലഞ്ഞ് വീണ്ടും ഉള്ളിലോട്ട് വലിഞ്ഞു പോവുകയാണ്. നമ്മൾ 100 മണിക്കൂർ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ 100,000 തിരമാലകളാണ് വന്നു പോകുന്നത്. പക്ഷെ ആ തിരമാലകളുടെ സ്പർശം ആരുടെയെങ്കിലും കാൽപാദങ്ങളിൽ പതിഞ്ഞാൽ ആ പതിഞ്ഞവന് കിട്ടുന്നൊരു കുളിരുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. അതുപോലെയാണ് എനിക്കെടുത്ത്. എത്ര പേരെ നമ്മൾ സമീപിക്കുന്നു, അവരെല്ലാം നമ്മുടെ ഇംഗിതങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് കിട്ടണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങക്ക് ഞാൻ ഒരുപാട് കത്തുകൾ അയച്ചിട്ടും അങ്ങ് മറുപടി അയക്കാണ്ട് അങ്ങ് ഒരു കത്താണ് അയച്ചത്. എന്നിട്ട് ഞാൻ അങ്ങയെ നേരിൽ വന്ന് കണ്ട് സംസാരിച്ചത് ഒരു ശുഭ പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ള ചിന്തയോടുകൂടിയാണ്. ഒന്നുമേ മിണ്ടിയില്ല. വീണ്ടും കണ്ണട എടുത്ത് കണ്ണിൽ തിരികെ അതൊരു പേപ്പറിൽ എന്തോ കൈകൊണ്ട് കുറിച്ചു. എന്തായാലും നിങ്ങളെ എനിക്കിഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭാവിയുള്ളൊരു എഴുത്തുകാരൻ. എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ തോന്നലുകളും ഒക്കെ ആവാം. പക്ഷേ നിങ്ങൾ എഴുത്തിൽ നിന്നും പിൻവാങ്ങുന്ന ലക്ഷണമില്ല എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും സാർ, മുമ്പേ വെച്ച കാലം മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. ദുർഘടമായ പാതയാണെങ്കിലും നമ്മുടെ സൃഷ്ടികൾ ഒരാളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വളരെയധികം ക്ലേശങ്ങളുണ്ട്. ഒരുപാട് സാഹിത്യകാരന്മാരെ നിങ്ങൾ കണ്ടതായി എനിക്കറിയാം. ഞാൻ ചോദിച്ചു, സാർ അത് അങ്ങനെ അറിയാം? നിങ്ങളെപ്പറ്റി പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് പേരെ കണ്ട് നോവലിനും കഥയ്ക്കും കവിതയ്ക്കുമൊക്കെ അവതാരികകളും ആമുഖങ്ങളും ഒക്കെ എഴുതിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അതിലുള്ള ആരെങ്കിലും ആവാം അല്ലേ സാർ എന്ന് പറഞ്ഞപ്പോൾ, തീർച്ചയായും നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനോടുള്ള നിങ്ങളുടെ ആ വഴി തിരഞ്ഞെടുക്കൽ, ആരെന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാറേയില്ല. നിങ്ങൾക്ക് ശരിയെന്നുള്ള വഴിയിലൂടെയല്ലേ നിങ്ങൾ പോകുന്നത്. അത് നിങ്ങളുടെ ഈ സൃഷ്ടിയും ഇതിൻ്റെ ചില കുറിപ്പുകളും കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് മറിച്ചു നോക്കി. അപ്പോൾ എനിക്ക് തോന്നിയതാണ്,
സർ, ഒന്നുണ്ട്, ഞാനതിന് ഒടുവിലായി പറഞ്ഞ മറുപടി ഇതാണ്: കാലമല്ലേ എല്ലാം നിശ്ചയിക്കുന്നത്. ഇട്ടറിഞ്ഞ് തിരിഞ്ഞോടാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്ത പാത സാഹിത്യമാണ്. അംഗീകാരങ്ങൾ കിട്ടുകയോ അംഗീകരിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിൽ നിരാശനായി നടക്കുക എന്നൊന്നും എൻ്റെ നിഘണ്ടുവിലില്ല. നമുക്ക് ശരിയെന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ചിന്തിക്കാനുള്ള പ്രേരണ ഘടകമാകണം സാഹിത്യം എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ അങ്ങയെ വന്ന് കണ്ടു. അങ്ങ് എൻ്റെ പുസ്തകം ഇപ്പോൾ തൽക്കാലം പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോഴും അങ്ങയോട് എനിക്ക് ബഹുമാനമേ തോന്നിയുള്ളൂ. അതെന്താ എന്നോട് ഇത്ര ബഹുമാനം തോന്നാൻ കാര്യം? സാർ, ഒരു പബ്ലിഷർ എന്നുള്ള നിലയിലല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിനമെങ്കിലും ജയിൽവാസം കൊണ്ട ആ വലിയ വ്യക്തിത്വമുണ്ടല്ലോ, അതാണ് ഞാൻ മുന്നിൽ കണ്ടത്. അതാണ് ഞാൻ ആദരവോടുകൂടി അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്നത്. പിന്നെ അങ്ങയുടെ വിവക്ഷയിൽ, അങ്ങയുടെ ചിന്തയിൽ എൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ല എന്ന് കരുതുമ്പോഴും എനിക്ക് അങ്ങയുടെ ബഹുമാനം മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് ഇറങ്ങട്ടെ സാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എനിക്ക് ഹസ്തദാനം നൽകി. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു തീജ്വാല മിന്നി മറയുന്നത് പോലെ തോന്നി. ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ഒരു വലിയ പബ്ലിഷർ, എത്രയോ എഴുത്തുകാരെ വളർത്തിയ, വളരാനുള്ള മണ്ണ് ഉണ്ടാക്കിക്കൊടുത്ത ഒരു വലിയ വ്യക്തിത്വം. കാലത്തിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും DC ബുക്സ് എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് ചിന്തിച്ചാൽ ഓർമ്മയുടെ തേരിൽ ജ്വലിക്കുന്ന ഒരു നക്ഷത്രമായി ഇന്നും എഴുത്തുകാരുടെ, വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് വാസ്തവം. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഈ ഓർമ്മകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.